सभी को सूचित किया जाता है। सुप्रीम कोर्ट मेट्रो स्टेशन गेट नंबर 2 के सामने से गेट नंबर 1 से 9 तक जाती है। ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഔട്ടിംഗ് വ്ളോഗാണ്. ഞങ്ങളാണെങ്കിൽ ഡൽഹിയിൽ ഇൻ്റർനാഷണൽ ട്രേഡ് ഫെയർ നടക്കും എല്ലാ വർഷവും. അപ്പോൾ അതിന് ഞങ്ങൾ പോയ ഒരു കൊച്ചു വ്ളോഗാണ് എടുത്തിരിക്കുന്നത്. ഇതാണെങ്കിൽ പ്രകൃതി മൈതാൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് മെട്രോ സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ നമുക്ക് ഇതുപോലെ ചെറിയ മിനി ബസ്സുകൾ കാണും. അവർ നമ്മളെ അവിടുന്ന് ഫ്രീയിൽ ബസ്സിൽ നമ്മളെ അവിടെ കൊണ്ടുപോയി ഇറക്കും. ഭാരത് മണ്ഡപത്തിലാണ് ഈ ഒരു ട്രേഡ് ഫെയർ നടക്കുന്നത്. അപ്പോൾ ഇവർ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെയാണ്. അപ്പോൾ ട്രേഡ് ഫെയർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലെയും അതുപോലെ ചില നമ്മുടെ ഇന്ത്യക്ക് വെളിയിലുള്ള ചില സ്ഥലത്തു നിന്നുമുള്ള ആളുകൾ ഇവിടെ വന്നിട്ട് അവരുടെ ഷോപ്സൊക്കെ വെക്കും. പലതരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും. ഇലക്ട്രോണിക്സ് ഐറ്റംസ്, ഓരോ സ്റ്റേറ്റിൻ്റെയും പ്രത്യേകതയായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ, അങ്ങനെയെല്ലാം നമുക്കിവിടെ വാങ്ങാനായിട്ടൊക്കെ കിട്ടും. പിന്നെ കാണാൻ പോകാനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ പോകാറുള്ളത്. ഇത് ഡിസംബർ അല്ല, നവംബറിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിലാണ്. ഒരു 10-15 ഡേയ്സ് കാണും. ഇതിൻ്റെ ഒരു ടിക്കറ്റിന് ഏകദേശം ഒരു 100 റുപ്പീസാണ് വില വരുന്നത്. അപ്പോൾ ഞങ്ങൾ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് അകത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഈ ഒരു ടിക്കറ്റ്സ് ആണെങ്കിൽ നമുക്ക് മെട്രോ സ്റ്റേഷനിൽ അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ഓൺലൈനിലും ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിവിടെ അകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഓരോ ഏതൊക്കെ ഹാളിൽ ഏതൊക്കെ സ്റ്റേറ്റിൻ്റെ ഷോപ്സാണ് അവർ കൊടുത്തിരിക്കുന്നതെന്നൊക്കെയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് വെളിയിൽ നോക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഫുൾ കറങ്ങാം. ഇത് ഭയങ്കര രസമാണ്. നടന്നൊരു പരുവാവും മനുഷ്യൻ. അപ്പം ഞങ്ങളിവിടെ നടന്ന് വന്നപ്പോൾ ഇവിടെ എന്തോ ഒരു ലൈവ് പെർഫോമൻസ് നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഇതുപോലെയുള്ള ലൈവ് പെർഫോമൻസ് ഒക്കെ ഒരുപാട് ഇങ്ങനെ കാണും ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഫുൾ മൈൻസിൻ്റെ ആ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവർ അതിൻ്റെ മുമ്പിൽ ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെ സംഭവങ്ങളാണെന്ന്. ഇത് ശരിക്കും പറഞ്ഞാൽ സ്റ്റുഡൻസിനൊക്കെ നല്ല അടിപൊളിയാണ്. ഇവിടെ കണ്ടോ, ഏതോ സ്കൂളിൽ നിന്ന് വന്ന സ്റ്റുഡൻസാണ്, അവർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊച്ചു കുട്ടികൾക്കും അതുപോലെ തന്നെ ഏജ്ഡ് ആയിട്ടുള്ളവർക്കും ഷോപ്പിംഗ് ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ളവർക്കും അല്ലാതെ ചുമ്മാ കാണാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇവിടെ വരാൻ പറ്റും. എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്താ തോന്നുന്നതെന്നറിയോ, KGF മൂവിയാണ് എനിക്ക് ഓർമ്മ വന്നത്. മൈൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ KGF മൂവിയാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്. എന്ത് ഭംഗിയുണ്ടെന്നറിയോ ഇതൊക്കെ കാണാനായിട്ട്. എടുത്തൊരെണ്ണം ബാഗിലിടാനായിട്ട് തോന്നും. അങ്ങനെ ഇടാനൊന്നും പറ്റത്തില്ല, ഭയങ്കര വലുതാണ്. അവർ നല്ലപോലെ അടച്ച് പൂട്ടിയൊക്കെ വെച്ചിരിക്കുന്നതാണ്. ഇതിൽ പേർപ്പിൾ കളറിലുള്ളൊരു സംഭവമുണ്ട്, അത് കാണാൻ ഭയങ്കര രസമായിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി. ഇനി നമുക്ക് ഷോപ്സൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാം. വല്ലതും കയ്യിൽ തടഞ്ഞാൽ വാങ്ങുകയും ചെയ്യാം. ഷോപ്പിംഗ് ലവേഴ്സിൻ്റെ ഒരു ഹെവനാണിത്. വാങ്ങാനും കാണാനും ഒക്കെ നല്ല അടിപൊളി രസമാണ്. അപ്പോൾ ഇവിടെ കുറേ ആണെങ്കിൽ സൂട്ടിൻ്റെ മെറ്റീരിയൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചിക്കൻ കാരി ഡ്രസ്സുകളുണ്ട്. ഇതിൽ കുറച്ച് റേറ്റ് എനിക്ക് ഭയങ്കര കൂടുതലായിട്ട് തോന്നി. പിന്നെ ബാർഗെയിനിങ് സ്കില്ലൊക്കെ ഉള്ളവരാണെങ്കിൽ അടിപൊളിയാണ്. കുറച്ച് ബാർഗെയിനിങ് ഒക്കെ ചെയ്തെടുക്കുക. ഈ ഒരു ഷോള് കണ്ടോ, എന്ത് രസമുണ്ടെന്നറിയോ ഇതിൻ്റെ ആ ഒരു വർക്ക്. ഞാൻ എൻ്റെ വില ചോദിക്കാൻ വിട്ടുപോയി. അതിൻ്റെ ആ ഒരു ഭംഗി കണ്ടപ്പോൾ എൻ്റെ വിലയെ ചോദിക്കാൻ മറന്നു. അത്രയും നല്ല ഭംഗിയുണ്ട്.
ഇതൊക്കെ നമുക്ക് ഇതുപോലെയുള്ള കുറേ ഇങ്ങനെ ടോപ്സൊക്കെ അതിൻ്റെ കൂടെ അല്ല നമ്മളിങ്ങനെ സാരിയുടെയൊക്കെ മുകളിൽ ഡിസൈനറായിട്ട് വെയർ ചെയ്യുന്ന സംഭവങ്ങളില്ലേ അതൊക്കെയുണ്ട്. പിന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. തായ്ലാൻഡിൽ നിന്ന് വരെ വന്നിട്ടുള്ള സാധനങ്ങൾ ഷോപ്പ് ചെയ്യാനായിട്ട് കിട്ടും. ഇറാനിൽ നിന്ന് ആളുകൾ വന്നിവിടെ ഷോപ്പ് വെച്ചിട്ടുണ്ട്. മെയിനായിട്ടും ഇവരൊക്കെ ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവരുന്നത്. ഈ ചേട്ടനെ കണ്ടോ, നല്ല രസമുണ്ടല്ലേ ഇത് കാണാൻ. ഇത് മുള വെച്ചിട്ടാണെന്ന് തോന്നുന്നു അവരത് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് പിന്നെ ഞാൻ കുറച്ച് മുമ്പോട്ട് വന്നപ്പോൾ അവിടെ ഒരു ഓക്സിഡൈസ് ജ്വല്ലറിയും അതുപോലെ ബാഗൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ഈ ഒരു ബാഗ് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ വില എത്രയാണെന്നറിയോ? 600 രൂപ. ഞാൻ വാങ്ങിച്ചില്ല, ഞാനത് വഴി അങ്ങനെ പോയി. പിന്നെ കുറേ ഇതുപോലെയുള്ള കമ്മലുകളൊക്കെ കണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അതൊക്കെ വെറുതെ അങ്ങനെ നോക്കി ഞാനങ്ങനെ മുന്നോട്ട് നടന്ന് പോവാണ്. मैम टैनिंग हो जाता है ना, ब्लैक हो जाता है, टैनिंग हो जाता है, इसको रिमूव करता है। तो ना आपको इतना सा लगाना है, हल्का सा फॉर्म में आता है। जो ऑलरेडी स्क्रब होता है ना वो ना इसमें आता है दानेदार में वॉलनट के साथ, तो आपके पोर्स बड़े इधर हो जाते हैं, पोर्स बड़े हो जाते हैं, वो स्किन को डैमेज करता है। इसको इतना सा लेना, हल्का से मसाज करना ना, फेस पे, नेक पे, एल्बो पे, फुट पे और बॉडी कहीं भी यूज़ करिए। നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോൾ ഓരോരോ ഷോപ്പിൽ നിന്ന് നമ്മളെ ഡെമോ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് വിളിക്കും. ഇതെന്തോ ക്രീമാണെന്ന് തോന്നുന്നു, ടാൻ പോകും വെളുക്കും എന്നൊക്കെ പറയുന്നത് ആവോ. പിന്നെ ഞാൻ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ നമ്മുടെ സ്വന്തം തേങ്ങാപ്പൂള് കണ്ടു. അയ്യോ, തേങ്ങാപ്പൂളല്ല, തേങ്ങാക്കൊത്ത്, അരമുറി തേങ്ങ. ഈ ഒരു പശുവിനെ നമുക്ക് നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ ഞാനാണെങ്കിൽ ഊട്ടിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോക്ലേറ്റിൻ്റെ ഷോപ്പുണ്ട്. ഇത് ഊട്ടി കൂർഗ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ അവിടെ ഒരു അമൂലിൻ്റെയോ എന്തോത്തിൻ്റെയോ ഒരു ഷോപ്പ് ഉണ്ട്. അവിടെ ഈ ഡയറി ഐറ്റംസ് ഒക്കെ കിട്ടും. അപ്പം ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരു ജലേബി എന്ന് പറയുന്നത് നമ്മുടെ പന്നീറില്ലേ, പന്നീർ വെച്ചിട്ട് അവരൊരു ജലേബി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊരെണ്ണം വാങ്ങി. ഇവിടെ സൈഡിൽ നിന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരു പാരം എന്ന് പറയുന്ന ഒരു മിൽക്ക്, ഇത് നമ്മുടെ പാലിൻ്റെ പാക്കറ്റാണ്. ഒരു പാവം അതിനകത്ത് അയാൾക്ക് ശ്വാസം മുട്ടുന്നില്ലയോ എന്തോ, നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും അയാളുടെ കൂടെ വന്നിരുന്ന് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിത് വാങ്ങിച്ചു. നമ്മളിതിലേക്കൂടെ പോകുമ്പം ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ കടയിൽ നിന്ന് നമ്മളെ ആളുകൾ ഇതുപോലെ ഡെമോ കാണിക്കാൻ വിളിക്കും. അതുപോലെ ഇതുപോലെ ഫ്രീ ആയിട്ടുള്ള സാമ്പിൾസ്. അച്ചു എന്തോ ഒരു ജ്യൂസ് കുടിച്ചു നോക്കുകയാണ്. പക്ഷേ അയ്യോ, ഈ ജ്യൂസ് ഞാൻ കുടിച്ച് ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. എന്തോ സിറപ്പ് കഴിക്കുന്ന പോലെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നടന്ന് മുന്നോട്ട് വന്നപ്പോൾ എന്തോ ഒരു പറാട്ട ഉണ്ടാക്കുന്നു. അപ്പം ഞാൻ ആ ഒരു സാമ്പിളും വാങ്ങിച്ച് കഴിച്ച്. നമുക്കിങ്ങനെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് തിന്നാനും കുടിക്കാനും ഒക്കെ കിട്ടും. അതുപോലെ തന്നെ ക്രീമുകളുടെ സാമ്പിളുകൾ, അതുപോലെ ലോഷന്, അതിൻ്റെയൊക്കെ കുട്ടി സാമ്പിളുകൾ ഇവർ നമുക്ക് തരും ഫ്രീ ആയിട്ട്. ഞങ്ങളാണെങ്കിൽ ഇവിടെ നിന്നാണെങ്കിൽ മക്കെയിൻസിൻ്റെ 2 പാക്ക് വാങ്ങിച്ചു. ഓഫർ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ നല്ല അടിപൊളിയായിട്ട് പാക്കൊക്കെ ചെയ്ത് അത് ഞങ്ങളങ്ങനെ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ വെളിയിലിറങ്ങി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇത് ഓരോരോ ഹോളായിട്ടാണ് കേട്ടോ. ഓരോ ഹോളിലും ഓരോ സ്റ്റേറ്റിൻ്റെ ആണ് അവർ വെച്ചിരിക്കുന്നത്. ഞങ്ങൾ വെളിയിലിറങ്ങി. ഇനി നമുക്ക് അടുത്ത ഹോളിലേക്ക് പോകാം. ഞാൻ വാങ്ങിച്ച പന്നീർ ജലേബി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നല്ല ഭംഗിയുണ്ട്, നല്ലൊരു ലൈറ്റ് ഓറഞ്ച് കളറ്. ഇവരിത് നെയ്യിലാണ് ഉണ്ടാക്കിയെന്ന് തോന്നി. നല്ലൊരു നെയ്യിൻ്റെ ഒരു ഫ്ലേവർ വരുന്നുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. സാധാരണ ജലേബി പോലെ അത്ര ഭയങ്കര സ്വീറ്റൊന്നും അല്ല, കുറച്ച് നല്ല കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ അതിന് മുമ്പോട്ട് പോയപ്പോൾ ഇസ്താംബുൾ ടർക്കിയുടെ ഒരു ഷോപ്പുണ്ട്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോപ്പ്. ഇത് ദൂരെ നിന്ന് കാണുമ്പോഴേ ഭയങ്കര കളർഫുള്ളും ഭയങ്കര ലൈറ്റ്സൊക്കെ ആയിട്ട്. ഇത് ഹാങ്ങിങ് ലൈറ്റ്സാണ്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. പക്ഷെ ഭയങ്കര വിലയാണ്. ഞാനിവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല. പക്ഷെ എല്ലാം ഇതുപോലെ ഇങ്ങനെ കുട്ടി ഐറ്റംസൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് മുന്നോട്ട് പോവുകയാണ്.
ഈജിപ്റ്റ് ഡ്രോയിങ് പോലെയൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട്, എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈജിപ്റ്റ് രീതിയിലുള്ള എന്തോ ഡ്രോയിങ്ങോ അവരുടെ എന്തോ ഹോം ഡെക്കോർ വാൾ ഡെക്കോർ ടൈപ്പ് എന്തോ ആണെന്ന് തോന്നുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല, പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കണ്ട് പിന്നെ ഇവരുടെ ഷോപ്പും ഉണ്ടായിരുന്നു സൈഡിൽ. നമ്മളിപ്പോൾ ഈ ഫോട്ടോയിൽ കണ്ട ഈ ഒരു സംഭവമില്ലേ, ഇതിൻ്റെ അവരുടെ കയ്യിൽ ഒരു സ്റ്റാച്യൂയും ഉണ്ടായിരുന്നു. ഭംഗിയുണ്ട്, പക്ഷേ വിലയൊന്നും ചോദിച്ചില്ല. എന്തായാലും ഭയങ്കര കൂടിയ വിലയായിരിക്കും എന്ന് ഉറപ്പാണല്ലോ. ചിലതൊക്കെ ഇങ്ങനെ കണ്ട് പോകാനുള്ളതേ ഉള്ളൂ, പിന്നെ ചിലതൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. പിന്നെ ചിലതാണെങ്കിൽ നമ്മൾ നല്ലതുപോലെ ബാർഗെയിനിങ് ചെയ്ത് അടിപൊളിയായിരിക്കും. ഈ ഒരു ജ്യോതി കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പക്ഷേ ഇതിന് 350 രൂപ 450 രൂപയൊക്കെയാണ് പറയുന്നത്. പക്ഷേ അത്രയ്ക്കൊന്നും എനിക്കങ്ങനെ തോന്നുന്നില്ല, കാരണം നമുക്ക് വെളിയിൽ കടയിൽ ഇത് 250 രൂപയ്ക്കൊക്കെ കിട്ടും. ഈ ഒരു സ്കേർട്ട് കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഈ കട എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിലെ മെറ്റീരിയൽസും അതുപോലെ ആ ഒരു ഷർട്ടൊക്കെ ഇവിടെ കാണാൻ ഭയങ്കര അടിപൊളിയായിരുന്നു. വില ഞാൻ ചോദിച്ചായിരുന്നു, 1000 1200 വിലയായിരുന്നു. നല്ല എംബ്രോയ്ഡറി ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഷർട്ടുകളായിരുന്നു. ഇതേതോ കർണാടകയുടെ ഒരു ഷോപ്പായിരുന്നു. ഇവരെന്തോ ഇങ്ങനെ ചകിരി വെച്ചിട്ട് ചെയ്ത എന്തോ ഒരു ആർട്ടാണ്. ഞാനിങ്ങനെ മുമ്പോട്ട് വന്നപ്പം ഗോവയുടെ ഒരു ഷോപ്പ് കണ്ട്. അവിടെ ഇതുപോലെയുള്ള ഇലകളിലും പൂക്കളിലൊക്കെ അവരെന്തോ പെയിൻ്റൊക്കെ ചെയ്തിട്ട് നമ്മളിവിടെ ഹോം ഡെക്കോറിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളായിരുന്നു കൂടുതലും. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ കുറേ ടൈം എടുത്ത് എന്തെടുക്കണം, അതെടുക്കുന്നു ഇതെടുക്കുന്നു, കാരണം 30 രൂപ 50 രൂപയൊക്കെ ആയിരുന്നു വില. അപ്പം ഞാൻ കുറേ ടൈം അവിടെ വേസ്റ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഞാൻ എന്തോ എടുത്തെന്ന് തോന്നുന്നു. എനിക്കങ്ങനെയാണ്, എന്തെങ്കിലും എടുക്കാൻ ഭയങ്കര കൺഫ്യൂസ് ആയിരിക്കും. എന്തെങ്കിലും പെട്ടെന്ന് എടുത്ത് പോകാമെന്നുള്ള ഞാൻ കുറേ ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യും. പിന്നെ ഇത് കണ്ടോ, മുളയുടെയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയ നല്ല ക്യൂട്ട് സാധനങ്ങൾ. പിന്നെ ഇത് കണ്ടോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് ഈ ഡൈനിങ് ടേബിളിൻ്റെ മണ്ടയിലൊക്കെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അടിപൊളിയാണ്. പിന്നെ കുറച്ച് മുന്നോട്ട് വന്നപ്പം ഈ ഒരു ഡോളിൻ്റെ ഒരു ഷോപ്പ് കണ്ട്. ഡോളാണോ എന്താണോ, ആ ഡോളാണ് അല്ലേ. ഇവിടുത്തെ ഈ നോർത്ത് ഇന്ത്യൻ കുട്ടികളൊക്കെ മണവാട്ടി, ഈ പാവകളെ മണവാട്ടിയാക്കിയിട്ടൊക്കെ കളിക്കത്തില്ലേ, അതുപോലെയുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, പക്ഷേ കുറച്ച് ടെററും കൂടെ ആയിരുന്നു. രാത്രിയിലൊക്കെ കണ്ടാൽ പേടിക്കുമെന്തോ. പിന്നെ നമ്മളിവിടെ ഒരു കേരള ഷോപ്പ് കണ്ടു. ഒരു കേരള അല്ലല്ലോ, ഇത് കേരള അല്ലാന്നോ? നന്നായി. നീങ്ക കേരള ഇല്ലിങ്ക, നീങ്ക തമിഴ്നാടില്ലേ. കണ്ടോ, ഇത് ഞാൻ കേരള അല്ലാന്ന് ഒരു കാര്യം എന്റെ ID കാർഡ് എടുത്ത് കാണിച്ചു. അപ്പൊ ചേട്ടന്റെ സംസാരത്തിൽ ഒരു തമിഴ്നാട് ചവ വരുന്ന. നീങ്ക തമിഴ് പേசுனா நான் தமிழ் பேசுவேன், மலையாளம் പറഞ്ഞാ ഞാൻ മലയാളം പറയും. அப்ப நான் மலையாளத்துல பேசுறேன், அப்ப நீங்க கன்னட പറഞ്ഞാ ഞാൻ കന്നഡ പറയും. கன்னட தெரியாது, தமிழ் மலையாளம் நீங்க எப்படி சொல்றீங்களோ அதே மாதிரி நான் கரெக்டா சொல்லுவேன். അതുകൂടെ നല്ല മലയാളം പറഞ്ഞപ്പോ തമിഴ്നാടിന്റെ ആ ചെവ അല്ല, പാലക്കാട് ആയതുകൊണ്ട് ചെറിയ വ്യത്യാസം. അവിടെ ഉണ്ടല്ലോ ഒരു കേരള ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ചേട്ടൻ ഇങ്ങനെ, ഒരു അമ്മയും മോനും ആയിരുന്നു കടയിലിരുന്നത്. അപ്പോൾ അവിടുത്തെ ചേട്ടൻ ഇങ്ങനെ മലയാളം സംസാരിക്കുന്നുണ്ട്. എനിക്കൊരു തമിഴ് ചൊവ തോന്നി. ഞാൻ പറഞ്ഞു, നിങ്ങൾ മലയാളി അല്ലല്ലോ, തമിഴല്ലേ. ചേട്ടൻ പറയും, ഞാൻ മലയാളി അല്ലെന്നോ, എൻ്റെ ID കാണിക്കണോ എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര വിഷമമായി. പുള്ളിക്കാരൻ പറഞ്ഞു, ഞങ്ങൾ പാലക്കാടൻ ബോർഡർ ആയതുകൊണ്ടാണ് ഈ ഒരു ഇതെന്ന് പറഞ്ഞു. അവർക്ക് ഭയങ്കര സന്തോഷമായി. അവർ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ കുറേ മലയാളികളൊക്കെ വരുന്നുണ്ട്, പക്ഷെ ആരും മലയാളത്തിൽ സംസാരിക്കത്തില്ല, എല്ലാവരും ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമാതിരി വിഷമം, ആരെങ്കിലുമൊക്കെ മലയാളത്തിൽ സംസാരിച്ച് അവർക്കൊക്കെ ഡിസ്കൗണ്ട് കൊടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കര നല്ലപോലെ സംസാരിച്ചു. ഞങ്ങൾക്ക് കുറച്ച് ഡിസ്കൗണ്ടൊക്കെ തന്നു. അപ്പം അവർക്കൊരു താങ്ക്സ്. പിന്നെ ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ച മിൽക്ക് ഷേക്ക് ഉണ്ടല്ലോ, ഒരു ചോക്ലേറ്റിൻ്റെയും പിന്നെ ഒരു കോഫി ഫ്ലേവറും ആയിരുന്നു വാങ്ങിച്ചത്. അപ്പം ഞങ്ങൾ നടന്ന് ക്ഷീണിച്ചത് കൊണ്ട് ഞാനൊരു കോഫി ഫ്ലേവർ മിൽക്ക് ഷേക്ക് എടുത്ത് കോഫി ഫ്ലേവറിലുള്ള ആ ഒരു ഷേക്ക് എടുത്ത് കുടിച്ചു. പിന്നെ ഞങ്ങൾ നടന്ന് മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു സംഭവം ഇവിടെ വന്നാൽ നടത്തല്ലാതെ വേറൊന്നുമില്ല. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇവിടെ വരികയേ ചെയ്യരുത്, കാരണം അത്രയ്ക്കും നടക്കാനുണ്ട്. ഇവിടെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കൊരു പരുവമാവും. പിന്നെ ഞങ്ങൾ മുമ്പോട്ട് പോയപ്പോൾ അവിടെ ആലപ്പുഴയുടെ ഈ
കയർ ബോർഡിൻ്റെ ഈ സംഭവങ്ങളൊക്കെ കണ്ട് അവിടെ ഇപ്പോൾ ഈ കയറ്റുക എനിക്ക് ഭയങ്കരമായിട്ട് ക്യൂട്ടായിട്ട് തോന്നി. എന്തായാലും ക്രിസ്മസ് ഒക്കെ വരാൻ പോകുന്ന ടൈം ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ക്രിസ്മസിൻ്റെ തീമുള്ള ആ ഒരു കയറ്റുപാ വാങ്ങിച്ചു. അവരുടെ എല്ലാ കയറ്റുപായും ഡോർമാറ്റ് എന്നല്ലേ, അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ കണ്ണൂരിൻ്റെ ഒരു ഷോപ്പ്, അവിടെ എന്തോ കയറിൻ്റെയൊക്കെ സംഭവങ്ങളാണ് കൂടുതലും ഉള്ളത്. പിന്നെ ഈ നമ്മുടെ കയറ് എന്താ പറയുന്നത്, അതിന് കയറ് നൂർക്കുന്ന ഒരു മെഷീനൊക്കെ ഇല്ലേ, ഇതിനെന്താണോ പറയുന്നത്. ഓക്കെ, ഇതൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയായിരുന്നു. എന്താ പറയുന്നത്, എന്തോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എന്തോ ഒരു സംഭവം. പിന്നെ ഞങ്ങൾ ഇതെല്ലാം കണ്ടു. പിന്നെ അവിടെ ഉണ്ടമുളകിൻ്റെ ഒരു തോട്ടം, കുഞ്ഞു തോട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടമുളകൊന്നും വാങ്ങാൻ കൂടി കിട്ടില്ല. എന്തായാലും ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഇവിടുന്ന് ഉണ്ടമുളക് കണ്ട് സംതൃപ്തി അടഞ്ഞു. പിന്നെ മുന്നോട്ട് പോയപ്പം പാലക്കാടിൻ്റെയും ഒരു ഷോപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അവിടെ കേരളയുടെ ആ ഒരു ഷോപ്പിൻ്റെ അവിടെ അവരൊരു കുട്ടി ഗണപതിനെ വെച്ചിട്ടുള്ള ഒരു മന്ദിരമൊക്കെ അമ്പലം പോലെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു മണി കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. അവർ കയറ് വെച്ചിട്ടാണ് അത് ഫുൾ ഡെക്കോർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞങ്ങളിതൊക്കെ കണ്ട് ഒബ്വിയസ്ലി വിശക്കുമല്ലോ. അപ്പം നമ്മൾ സ്റ്റേറ്റിൻ്റെ ഫുഡ് കോർട്ടിൽ പോയി. ഇവിടെ ഫുൾ സ്റ്റേറ്റിൻ്റെ ഷോപ്സാണ്. രാജസ്ഥാൻ, പഞ്ചാബ്, കർണാടക, അതുപോലെ തന്നെ തമിഴ്നാടു, പിന്നെ ജാർഖണ്ഡ്, അങ്ങനെ കേരള. അപ്പം നമ്മൾ അച്ചു വെച്ച് പിടിച്ചത് കേരള കുടുംബശ്രീ ചേച്ചിമാരുടെ ആ ഒരു ഷോപ്പിലേക്കാണ്. മീൻ, കൊഞ്ച്, വറുത്തത്, പൊരിച്ചത്, ബിരിയാണി, കപ്പ, മീൽസ് എല്ലാം ഉണ്ട്. പക്ഷേ അച്ചു വാങ്ങിച്ചത് മീൽസാണ്. സാമ്പാർ, എന്തോ പച്ചടി, മീൻകറി, തോരൻ, ചോറ്, പപ്പടം. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ കേരളക്കാരുടെയാണ് ഏറ്റവും കൂടുതൽ പൈസ, ഭയങ്കര റേറ്റ് ഉള്ളത് ഇവിടുത്തെ ഫുഡാണ്. സത്യം പറയാലോ, ടേസ്റ്റ് കൊള്ളത്തേയില്ല. ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ മീൽസ് ട്രൈ ചെയ്യണം. മീൽസ് വലിയ കുഴപ്പമില്ല, അത്യാവശ്യം കഴിക്കാൻ കൊള്ളാം. ബാക്കി ബിരിയാണി അല്ലെങ്കിൽ ബാക്കിയുള്ള സംഭവങ്ങളൊന്നും വായി വെക്കാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര കത്തി വിലയാണ്. 350 രൂപ, 400 രൂപയൊക്കെയാണ് അവർ വാങ്ങിക്കുന്നത്. പക്ഷെ അതിനനുസരിച്ച് ഫുഡിൻ്റെ ക്വാളിറ്റി ഭയങ്കര എന്താ പറയുന്നത്, മോശമാണ്. പിന്നെ അവിടെ എന്തോ ഒരു പൊളിറ്റീഷ്യൻ ആണെന്ന് തോന്നി ഇദ്ദേഹം. എനിക്ക് പേരങ്ങോട്ട് കിട്ടുന്നില്ല, എനിക്കറിഞ്ഞൂടാ. അപ്പോൾ അവിടെ കുറേ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്കാരനുമായിട്ട് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ ആ ഫുഡ് കോർട്ട് ഫുള്ളൊന്ന് കറങ്ങി. ഓരോരോ കടകളും ദാണ്ട് ഇവിടെ തമിഴ്നാടു സ്റ്റേറ്റിൻ്റെ ഫുഡ് സ്റ്റോളുണ്ട്. അവരുടെ CMൻ്റെ സ്റ്റാൻലിൻ്റെ ഫോട്ടോയൊക്കെ ഇട്ട്. പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ അങ്ങനെ പലതരത്തിലുള്ള, പറയില്ലേ, ഇത് രാജസ്ഥാനികളുടെ ദാൽ ബാട്ടി ചൂർമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളാണ്. പല സ്റ്റേറ്റിൻ്റെയും പല ഡിഫറെൻറ്റ് ഫുഡാണല്ലോ. പിന്നെ ചൈനീസൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞാനൊരു ഇത് കഴിച്ചു, ഐസ്ക്രീം. നല്ല രസമാണ്, നല്ല ടേസ്റ്റായിരുന്നു. നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ ഇതുപോലെയുള്ള ഇടയ്ക്കിടയ്ക്ക് ലൈവായിട്ടുള്ള കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ കാണും. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് കാണും. നമ്മളിങ്ങനെ നടന്നു പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ കാണും. ഈ ഒരു ഷോപ്പിൽ നല്ല അടിപൊളി ഫർണിച്ചറുകളാണ്. ഇതിൻ്റെ പെയിൻറ്റിങ് ആണ് ഇവർ അതിൽ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ ഒരു ഡ്രസ്സിങ് ടേബിൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ട്. ഇതെന്തോ തടിയാണ്, അതിലവരെന്തോ പെയിൻറ്റിങ് എന്തോ ചെയ്തിരിക്കുകയാണ്.
എന്ത് പെയിൻറ്റിംഗ് ആണെന്നൊന്നും അറിഞ്ഞൂടാ, പക്ഷെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതെനിക്ക് തോന്നുന്നു ആന്ധ്രാപ്രദേശിൻ്റെ ഒരു ഷോപ്പായിരുന്നു. ഈ ലാമ്പൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി രസമുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ എന്തോ വാൾ ഡെക്കോറും ഹാങ്ങിങ്സും ഒക്കെ ആണെന്ന് തോന്നുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ കണ്ട് കണ്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ലഞ്ച് കഴിച്ചത് എന്തായാലും നിമിഷ നേരം കൊണ്ട് എന്തായാലും അത് ദഹിക്കും. ഞങ്ങൾക്ക് വയ്യ, കാലൊക്കെ വേദനിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഇരിക്കുകയാണ്. ഞങ്ങൾ ക്ഷീണിച്ച് തളർന്ന് ഇവിടെ ഇരിക്കും. ഇതൊന്നും ഇപ്പോഴേ തീരുന്ന ലക്ഷണമില്ല. അങ്ങനെ ഞങ്ങൾ ഹിമാചൽ പ്രദേശിൻ്റെ ആ ഒരു ഷോപ്പിലേക്ക് കടന്നിരിക്കുകയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇനിയും കുറേ ഉണ്ട്. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, മഹാരാഷ്ട്ര, കർണാടക, മണിപ്പൂർ എല്ലാം ഓടി ഓടി നടന്ന് വേണം ഇതെല്ലാം കണ്ടു തീർക്കാനായിട്ട്. അത്രയ്ക്കും ഉണ്ട്. നമുക്ക് ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഷോ എങ്ങനെയെങ്കിലും ഒന്ന് ഓടി ഓടി നടന്നത് കണ്ടു തീർത്താൽ മതി എന്നാവും. കാരണം അത്രയ്ക്കും നമുക്ക് സമയം ഫുൾ കിട്ടത്തില്ല. രാവിലെ ഒരു 10 മണിക്കൊക്കെ ആയിരിക്കും നമ്മൾ കയറുന്നത്. വൈകുന്നേരം 7 മണി വരെ ഇത് തന്നെ അവസ്ഥ. ഈ പൂക്കൾ കണ്ടോ? ഇത് സാധാരണ കാട്ടിൽ ഓരോ പുല്ലുകളും ചെറിയ ചെറിയ പൂക്കളൊക്കെയാണ്. ഇവരിത് കളർ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കും. ഇതിൻ്റെ വില എത്രയാണെന്നറിയോ? ഞാൻ ഇതിൻ്റെ വില ചോദിച്ചു. അതിൻ്റെ ഒരു കൊല, മൊത്തത്തിലുള്ള ആ ഒരു കൊലയ്ക്ക് 800 രൂപയൊക്കെയാണ് അവർ പറഞ്ഞത്. നമ്മുടെ കാട്ടിലൊക്കെ നമുക്ക് കാണാൻ കിട്ടുന്ന പൂക്കളാണ്. എന്താ അല്ലേ? ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ആളുകളുണ്ട്. നമ്മൾ വിചാരിക്കുമോ ഇതൊക്കെ ആര് വാങ്ങാനാണ്? നമ്മൾ വാങ്ങുന്നില്ല എന്നേ ഉള്ളൂ. ഞാനിത് നമ്മൾ വെളിയിൽ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി പിടിക്കാനായിട്ട് വെളിയിൽ പോയി നിന്നപ്പം ഞാൻ അവിടെ ഒരു പെണ്ണിൻ്റെ കയ്യിൽ ഇത് കണ്ട്. ഞാൻ അന്നേരം ഓർത്ത്, ദൈവം ഈ പുല്ലിനാണോ ഈ കൊച്ച് 800 രൂപ കൊടുത്ത് വാങ്ങിച്ചതെന്ന് ഓർക്കുമ്പോൾ എൻ്റെ അമ്മോ. അങ്ങനെ ഞങ്ങൾ കർണാടക, തമിഴ്നാടും എല്ലാം കണ്ട് കഴിഞ്ഞ് ഒരു ബേൽപൂരി അടിക്കാമെന്ന് വിചാരിച്ചു. ഇതിനിടയ്ക്ക് കുറേ നടന്നു കേട്ടോ. നടന്ന് ക്ഷീണിച്ചു. ബേൽപൂരിയും വാങ്ങി എവിടെയെങ്കിലും സ്ഥലം ഉണ്ടോ എന്ന് പോയി നോക്കി ഇരുന്ന്. എന്തായാലും എനിക്കൊരു ഷെയർ കിട്ടി ഭാഗ്യത്തിന്. അയ്യോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരിക്കാൻ തോന്നുമായിരുന്നു. കാരണം നല്ല കാലുവേദനയുണ്ട്. ബേൽപൂരി അത്യാവശ്യം കൊള്ളാം. 30 രൂപയായിരുന്നു, അല്ല 50 രൂപയായിരുന്നു ഒരു പ്ലേറ്റ്. അത്യാവശ്യം കുഴപ്പമില്ല, കൊള്ളായിരുന്നു. എനിക്കൊരു കസേര കിട്ടി. അച്ചു പാവം തറയിലിരുന്ന് കഴിക്കുകയാണ്. അങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നടത്താം. ഞങ്ങളിത് മുകളിൽ കയറി. മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. നല്ല രസമുണ്ട്. അവിടെ ഫുഡ് കോർട്ടൊക്കെ ഇപ്പോഴും അടി ബഹളമാണ്. ഫുഡ് കോർട്ട് എപ്പോഴും ഭയങ്കര ബിസി ആയിരിക്കുമല്ലോ. 2 ഫുഡ് കോർട്ട് ഉണ്ട്. ഇത് വേറെ ഫുഡ് കോർട്ട്. അതിന് തൊട്ട് മുമ്പ് കാണുന്നതാണ് സ്റ്റേറ്റിൻ്റേത്. ഇവിടെ ആളുകൾ ഇരിക്കുന്നത് കണ്ട്. ഇവിടെ ലൈവ് ഓരോരോ പെർഫോമൻസ് ഒക്കെ ഉണ്ട്. ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഇപ്പം നമുക്ക് അവിടെ പോയിരുന്ന പെർഫോമൻസ് ഒക്കെ കാണാം. ഞങ്ങളങ്ങനെ H14 ലക്ഷ്യം വെച്ച് മുന്നോട്ട് നടക്കുകയാണ്. അച്ചു വെച്ച് പിടിക്കുകയാണ്. ഈ H14 ഹാളിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു ചെറിയ വാട്ടർ ഫൗണ്ടൈൻ ഉണ്ട്. നല്ല രസമാണ്. പക്ഷെ ഭയങ്കര ഒടുക്കത്തെ നാറ്റമായിരുന്നു ആ വെള്ളത്തിന്. സൺസെറ്റാണ്, നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ മുകളിലോട്ട് പോവുകയാണ്. മുകളിൽ പോയപ്പോൾ അവിടെ ഈ ഒരു ഷോപ്പാണ് ആദ്യം കണ്ടത്. നല്ല ഭംഗിയുണ്ട്. ഇവിടുത്തെ ഡ്രസ്സ് കാണാനായിട്ട് എന്തോ ഡിസൈനർ ഡ്രസ്സുകളാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാനെന്തായാലും വിലയൊന്നും ചോദിച്ചില്ല. ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് പോവാം. വിലയെ ചോദിക്കണ്ട, കാരണം അത്യാവശ്യം വില ആവുമല്ലോ. ഈവനിങ് ആയിട്ടുണ്ട്. ഞങ്ങൾ ഈവനിങ് സ്നാക്ക് അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആദ്യം തുടക്കം തന്നെ ഒരു കുല്ലട്ട് ചായയിൽ തുടങ്ങി. പിന്നെ നല്ല ചൂട് ചോലെ ഭട്ടൂരെ വാങ്ങിച്ചു. ഇവിടെ ചെറുതായിട്ട് തണുപ്പൊക്കെ തുടങ്ങി. അപ്പം ഈവനിങ്ങിൽ നല്ല തണുപ്പുണ്ട്. തണുപ്പത്തിരുന്ന് ചൂട് ഭട്ടൂരെ കഴിച്ചു. അതിനുശേഷം അവിടെ സൈഡിലുണ്ടല്ലോ ഒരു വാട്ടർ ഷോ ഉണ്ടായിരുന്നു, അതും കണ്ടു. വാട്ടർ
വാട്ടർ ഷോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്ക് പോയി ഡിന്നർ ഇവിടുന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അച്ചു വീണ്ടും കേരള ഷോപ്പിലേക്കാണ് വെച്ച് പിടിച്ചത്. അവിടെ നിന്നൊരു ബിരിയാണി വാങ്ങിച്ചു. ഇതിന് 350 രൂപയെങ്ങാണ്ടാണ്. ഇതിനെ ബിരിയാണി എന്ന് വിളിച്ചാൽ ബിരിയാണിക്കൊരു പേരുദോഷമാവും. അതുകൊണ്ട് ബിരിയാണി എന്ന് വിളിക്കാൻ പറ്റത്തില്ല. ചിക്കൻ ഇട്ട എന്തോ ഒരു ചോറ്. സത്യം പറഞ്ഞാൽ 350 രൂപയ്ക്കൊക്കെ വാങ്ങിച്ച് ദൈവമേ എൻ്റെ നെഞ്ച് വേദനിക്കുന്ന അത്രയ്ക്കും കൊള്ളൂല. പിന്നെ വാങ്ങിച്ചതുകൊണ്ട് നമുക്ക് തിന്നല്ലേ പറ്റൂ. പിന്നെ അച്ചുവിൻ്റെ ഡിമാൻഡിൽ ഒരു വടാപ്പാവും വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്തു. എനിക്ക് സത്യത്തിൽ ഇത് ഭയങ്കര, ഞാൻ ഇപ്രാവശ്യം ലഞ്ച് കൊണ്ടുവന്നതിന് മെയിൻ കാരണം കഴിഞ്ഞ വർഷവും ഞാൻ ഈ കേരള ഷോപ്പിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. കൊള്ളൂല. അവരുടെ മീൽസ് അത്യാവശ്യം കൊള്ളാം, ബാക്കി ഒന്നും കൊള്ളില്ല. 350 രൂപ 450 രൂപ എന്നൊക്കെ ഭയങ്കര കാര്യമായിട്ട് വില ഇട്ടിട്ടുണ്ട്. വില ഇട്ടതിന് അത്ര ഒരു ക്വാളിറ്റിയിൽ ഫുഡ് കൊടുത്തൂടെ, അതും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ലഞ്ച് കൊണ്ടുവന്നത് തന്നെ. അങ്ങനെ ഞങ്ങളെല്ലാവരും മടക്കയാത്രയായി. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഫൈനൽ അനൗൺസ്മെൻറ്റ് വരും, എല്ലാവരും മടങ്ങിപ്പോവാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളെല്ലാവരും പോവുകയാണ്. ഞാനെന്തോ ദീപശിഖയൊക്കെ ഏന്തി പോവുകയാണ്. കാലാണെങ്കിൽ ഭയങ്കര വേദനയാണ്. എങ്ങനെയൊക്കെയോ ഇവിടെ എത്തി. മെട്രോയിൽ പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ ഓഫീസ് ടൈം വിട്ട ഒരു ടൈം ആയതുകൊണ്ട് ഭയങ്കര ഇടിയായിരിക്കും. മെട്രോയിൽ ഇരിക്കാൻ സ്ഥലമേ കിട്ടത്തില്ല. ഏകദേശം 1 മണിക്കൂറൊക്കെ നിന്ന് പോവാന്ന് പറയുന്നത് എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അപ്പം ഞങ്ങൾ എന്തോ ചെയ്തു, അവിടെ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് ഒരു ഓലയൊക്കെ ബുക്ക് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ഓലയിൽ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം നല്ല ഒരു ദിവസമായിരുന്നു. നടന്ന് ഒരു പരുവമായി. അപ്പം ഇവിടെ ഇത് കാണാൻ താല്പര്യം, ഈ നവംബറിലൊക്കെ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വീക്കിൽ ഈ ഒരു ട്രേഡ് ഫെയർ ഇവിടെ നടക്കും പ്രകൃതി മൈതാനിൽ. അപ്പം ഇൻട്രസ്റ്റ് ഉള്ളവരൊന്ന് കണ്ടു നോക്കൂ. പിന്നെ നടക്കാൻ താല്പര്യമുള്ളവർ മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.